നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നുള്ളത് ഹിമാചലിലാണ്. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഹിമാചലിൽ തന്നെയാണ് ഉള്ളത്. ഹിമാചലിലെ മണാലിയിലാണ്. മണാലിയിൽ നിന്ന് 2 കിലോമീറ്റർ മാത്രം ദൂരെയുള്ള ഒരു ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. നമ്മുടെ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമായ ഭീമൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിൽ പ്രതിഷ്ഠിക്കപ്പെട്ട ക്ഷേത്രമാണ് ഹിഡിംബ ക്ഷേത്രം. ഈ മഹാഭാരതമൊന്നും ഭീമൻ എന്നൊക്കെ പറഞ്ഞാൽ ഈ ജെൻസി തലമുറയ്ക്ക് എത്രത്തോളം അറിയാമെന്ന് എനിക്കറിയില്ല. എന്നാലും അങ്ങനൊരു മഹാഭാരതം ഉണ്ടെന്നും അതിലൊരു ഭീമൻ എന്നൊരു കഥാപാത്രം ഉണ്ടെന്നും മനസ്സിലാക്കുക. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ ഞാൻ നോക്കിയപ്പോൾ കുറേ ആൾക്കാർ കന്നാസും കുപ്പിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിപ്പോകുന്നു. സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ വണ്ടിയിൽ നിർത്തിച്ചു. ഇത് നെഹ്റു കുണ്ടാണ്. എന്താണ് ആ പേര് വരാൻ കാര്യം എന്നറിയാമോ? ഇന്ത്യയിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റു മണാലിയിൽ താമസിക്കുന്ന സമയത്ത് ഇവിടെ നിന്നാണ് വെള്ളം കളക്ട് ചെയ്ത് കുടിച്ചിരുന്നതാണ് പറയപ്പെടുന്നത്. കാരണം ഇത് അത്ര ശുദ്ധമായ ജലമാണ്. ഇത് ബ്രിങ്കു ലേക്കിൽ നിന്ന് ഉയരമുള്ള 2 പാറകളിനിടയിലൂടെയൊക്കെ താഴേക്ക് വരുന്ന ഒരു നീരുറവയാണിത്. നല്ല തണുത്ത നല്ല ടേസ്റ്റുള്ള പച്ചവെള്ളമാണ്. പച്ചവെള്ളത്തിന് എന്താ ടേസ്റ്റ് ചോദിക്കരുത്, അത് വന്ന് കുടിച്ചു നോക്കുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ. അപ്പം നിങ്ങൾ മണാലി വരുന്നെങ്കിലും ഇതൊന്ന് പരീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ടാക്സി ഇപ്പോൾ നമ്മുടെ ഹിഡിംബ ദേവി ക്ഷേത്രത്തിൻ്റെ വഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. നമ്മുടെ കാറ് ക്ഷേത്രത്തോട് അടുക്കും തോറും വഴിയുടെ വീതി കുറയുന്നുണ്ട്. വളരെ ഇടുങ്ങിയ ഒരു വഴിയിലൂടെയാണ് നമ്മൾ പാർക്കിങ്ങിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിലേക്ക് പോകാം. ഹിഡിംബ ദേവി ക്ഷേത്രം 1553 പഗോഡ ശൈലിയിലാണ് അന്നത്തെ മഹാരാജാവായിരുന്ന ബഹാദൂർ സിംഗ് ഈ ക്ഷേത്രം നിർമ്മിച്ചത്. പ്രാദേശികരായ ആൾക്കാർ ഇതിനെ ദുങ്കരി ക്ഷേത്രം എന്നാണ് വിളിക്കുന്നത്. നമ്മൾ ഈ കാർ പാർക്ക് ചെയ്തിട്ട് നമ്മൾ കുറച്ച് സ്റ്റെപ്പുകൾ മുകളിലേക്ക് കയറി വന്നെങ്കിലേ നമുക്ക് ക്ഷേത്രം കാണാൻ കഴിയുകയുള്ളൂ. രാവിലെ ആയതുകൊണ്ട് അധികം തിരക്കൊന്നുമില്ല. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് ടൂറിസ്റ്റുകളൊക്കെ റൂമുകളിൽ നിന്നൊക്കെ ഇറങ്ങി ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പം ഇവിടെ കുറച്ചുകൂടെ തിരക്കാവും. ഈ ക്ഷേത്രം ധാരാളം പരസ്യചിത്രങ്ങളിലൂടെയും ഹിന്ദി സിനിമ അല്ലെങ്കിൽ ഇന്ത്യയിലെ മറ്റു ഭാഷാ സിനിമകളുടെ സോങ്സുകളിലൂടെയും വളരെ പ്രസിദ്ധമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് BSNL ഒരു പരസ്യമായിരുന്നു. ആ പരസ്യം നമുക്ക് പെട്ടെന്ന് മറക്കാൻ പറ്റാത്ത പരസ്യമായിരുന്നു. എനിക്ക് തോന്നുന്നു ദീപിക പദുകോണോ പ്രിയങ്ക ചോപ്ര, ദീപിക പദുകോണാണെന്ന് തോന്നുന്നു ആ പരസ്യത്തിൽ അഭിനയിച്ചത്. അതുപോലെ തന്നെ ധാരാളം ഹിന്ദി സിനിമകളുടെ സോങ്സുകളും ഇവിടെയാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ സിനിമക്കാർക്ക് ഈ ലൊക്കേഷൻ അത്ര പ്രിയപ്പെട്ടതാവാൻ കാരണം ഇത് മനോഹരമായ ദേവദാരു വനങ്ങളുടെ നടുക്കാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുള്ളതാണ്. എങ്ങോട്ട് ക്യാമറ വെച്ചാലും നല്ല ഫ്രെയിമാണെന്ന് സിനിമാക്കാർ പറഞ്ഞു കേട്ടില്ലേ, ഇങ്ങനെ ഊട്ടിയിലൊക്കെ പോയി ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അതേപോലെയാണിത്. നല്ല മനോഹരമായ ദേവദാരു മരങ്ങളുടെ നടുവിൽ ഇങ്ങനെ തല ഉയർത്തി നിൽക്കുന്ന ഒരു ഗംഭീര നിർമ്മിതിയാണ് ഈ ഹിഡിംബ ദേവി ക്ഷേത്രം. അപ്പം നിങ്ങൾ മണാലിയിൽ വരും, എപ്പോഴൊക്കെ വരുമല്ലോ. അപ്പം വരുമ്പം തീർച്ചയായിട്ടും നിങ്ങളെ പാക്കേജിലൊക്കെ വരുന്നെങ്കിൽ അവർ തീർച്ചയായിട്ടും കൊണ്ട് കാണിക്കും. അതല്ല നിങ്ങൾ അല്ലാതെ വരുന്നതെങ്കിൽ 2 കിലോമീറ്ററേ ഉള്ളൂ. ടാക്സി ഉണ്ട്, ബസ്സുണ്ട് ഇവിടെ വരെ. അപ്പോൾ ഈ സ്ഥലം നിങ്ങൾ മിസ് ചെയ്യരുത്. പിന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിഡിംബ ദേവി ക്ഷേത്രം എന്നാണ് ഇത് അറിയപ്പെടുന്നതെങ്കിലും ഇവിടെ ഹിഡിംബ ദേവിയുടെ പ്രതിഷ്ഠയില്ല. പകരം ഹിഡിംബ ദേവിയുടെ കാലുകൾ പതിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന ഒരു പാറയാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ദർശന സമയം. ഇവിടെ ഇപ്പോൾ ഞാൻ നോക്കിയിട്ട് ഭക്തരെക്കാൾ കൂടുതൽ ടൂറിസ്റ്റുകളാണ് വരുന്നത്. ടൂറിസ്റ്റുകളെ പ്രധാനമായിട്ട് ആകർഷിക്കുന്നത് ഇവിടെ നല്ല ഫോട്ടോഷൂട്ടും വീഡിയോസൊക്കെ എടുക്കാൻ നല്ല പറ്റിയ ലൊക്കേഷനാണ്. പിന്നെ ഇതിൻ്റെ ചുവരുകളിൽ ധാരാളം മൃഗങ്ങളുടെ തലകൾ വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജഭരണകാലത്ത് ഈ ക്ഷേത്രം പ്രവർത്തിക്കുന്ന സമയത്ത് ഇവിടെ ധാരാളം മൃഗബലികൾ നടക്കുമായിരുന്നു. അപ്പോൾ ആ മൃഗങ്ങളുടെ തലകളാണ് ഇങ്ങനെ നിരത്തി വച്ചിരിക്കുന്നത്. ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ തന്നെ മറ്റൊരു ക്ഷേത്രം കൂടിയുണ്ട്. ഭീമന്റെയും ഹിഡിംബയുടെയും മകനായ ഘടോൽഖജന്റെ ക്ഷേത്രമാണ്. അവിടേക്ക് പോകുന്ന വഴിയാണിത്. ഞാൻ എന്തായാലും അങ്ങോട്ടേക്ക് പോയില്ല. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഫോട്ടോസും വീഡിയോസിനൊക്കെ പറ്റിയ ലൊക്കേഷനാണ്.
അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ പരമ്പരാഗത വേഷങ്ങളും ഈ പുറകുവശത്തൊരു കൂടെ അതിനകത്ത് കുറേ പൂക്കളൊക്കെ വെച്ച് നടക്കുന്ന ആൾക്കാർ ഇവിടെ പണ്ടുണ്ടായിരുന്നു. ഇപ്പോഴും ചിലപ്പോൾ അകത്തേക്ക് കയറിയാൽ കാണുമായിരിക്കും, ഗ്രാമങ്ങളിലേക്ക് പോയാൽ കാണാൻ പറ്റുമായിരിക്കും. അപ്പോൾ ആ തരം വേഷങ്ങളും ആ പൂക്കൂടയൊക്കെ ഇവിടെ വാടകയ്ക്ക് കിട്ടും. ആ ഡ്രസ്സുകളൊക്കെ അത് അവർ തന്നെ നമുക്ക് നന്നായിട്ട് ധരിപ്പിച്ച് തരും. എന്നിട്ട് അതൊക്കെ ഇട്ട് നമുക്ക് ഫോട്ടോസോ വീഡിയോസോ ഒക്കെ എടുക്കാൻ പറ്റും. അതിന് നല്ല തിരക്കാണ്. അധികം വാടകയൊന്നുമില്ല, ചെറിയ വാടകയുള്ളൂ. അത്തരം ആൾക്കാരാണ് ക്ഷേത്രത്തിൻ്റെ ഈ ഭാഗത്ത് കാണുന്നത്. അവരിതൊക്കെ ധരിച്ച് ഈ ക്ഷേത്രത്തിനെ പശ്ചാത്തലമാക്കി ധാരാളം ഫോട്ടോസും വീഡിയോസും എടുക്കുന്ന നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ക്ഷേത്ര പരിസരത്ത് ഇഷ്ടം പോലെ നായ്ക്കളുണ്ട്, നല്ല ആരോഗ്യമുള്ള നായ്ക്കൾ. ഒരു ഉപദ്രവമൊന്നുമില്ല. ഈ വരുന്ന ടൂറിസ്റ്റുകളെല്ലാം അവരുടെ യജമാനനാണെന്ന രീതിയിലാണ് ഈ നായ്ക്കൾ അങ്ങോട്ട് ഇടപെടുന്നത്. ഇഷ്ടംപോലെ ഫുഡ് കിട്ടുന്നുണ്ട്. നോൺ വെജ് ഇല്ലെന്നേ ഉള്ളൂ, ബിസ്ക്കറ്റ് സ്വീറ്റ്സൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. വീണ്ടും നമ്മൾ ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് മടങ്ങി വന്നാൽ പറയാനുള്ളത്, ഇതിൻ്റെ ചുവരുകളിലും ഇതിൻ്റെ തടി കൊണ്ട് നിർമ്മിച്ച തൂണുകളിലൊക്കെ പുരാണ കഥാപാത്രങ്ങളുടെ മിനിയേച്ചർ പെയിൻറ്റിങ്സുകളുണ്ട്. കാലപ്പഴക്കം കാരണം കുറേയൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളീ കാണുന്ന 3 തട്ടായിട്ട് തീർത്തിരിക്കുന്ന ഈ മേൽക്കൂരയുടെ ഏറ്റവും മുകൾ ഭാഗം പിച്ചളയിലാണ് തീർത്തിരിക്കുന്നത്. മനോഹരമാണ് ഈ നിർമ്മിതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. വീണ്ടും നമുക്ക് മനോഹരമായ മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.